ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്കോഡ കുഷാക് വേഴ്സസ് ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ ആണ്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ കാറുകളുടെ ഡയമെൻഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ കുഷാക്കിൻ്റെ ലെങ്ത് വരുന്നത് 4225 മില്ലിമീറ്റർ ആണ്. ക്രെറ്റയുടേത് 4300 മില്ലിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. കുഷാക്ക് ക്രെറ്റയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ 75 മില്ലിമീറ്റർ കുറവാണ്. ഇനി നമ്മൾ വിഡ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഷാക്കിന് 1760 മില്ലിമീറ്ററും ക്രെറ്റയ്ക്ക് 1800 മില്ലിമീറ്ററുമാണുള്ളത്. ഇതിലും കുഷാക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 40 മില്ലിമീറ്റർ കുഷാക്കിന് വിഡ്ത്ത് കുറവാണ്. ഇനി നമ്മൾ ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഷാക്കിന് 1612 മില്ലിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. ഇനി ക്രെറ്റയുടേതാണെങ്കിൽ 1635 മില്ലിമീറ്ററും. ഇതിലും കുഷാക്കും ക്രെറ്റയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുഷാക്കിന് 23 മില്ലിമീറ്റർ കുറവാണ്. ഇനി വീൽ ബേസ് നോക്കാം. കുഷാക്കിന് 2651 മില്ലിമീറ്ററും ക്രെറ്റയ്ക്ക് 2610 മില്ലിമീറ്ററുമാണ് വീൽ ബേസ് വരുന്നത്. ഈ ഒരു വീൽ ബേസിൽ കുഷാക്കാണ് ക്രെറ്റയേക്കാൾ 41 മില്ലിമീറ്റർ കൂടുതൽ. വീൽ ബേസ് ഇൻക്രീസ് ആയാൽ വണ്ടിയുടെ ക്യാബിൻ സ്പേസും കൂടും. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ക്യാബിൻ സ്പേസ് കുഷാക്കിനായിരിക്കും കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്രെറ്റയിലുള്ള ബട്ട് കുഷാക്കിലില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. സ്മാർട്ട് എയർ പ്യൂരിഫയർ, ബോസിൻ്റെ 8 സ്പീക്കർ പ്രീമിയം മ്യൂസിക് സിസ്റ്റമാണ് ക്രെറ്റയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ കുഷാക്കിൽ വരുന്നത് സ്കോഡയുടെ തന്നെ 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ്. അടുത്ത ഫീച്ചർ 8 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. കുഷാക്കിൽ 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റ് വിത്ത് മാനുവൽ കൺട്രോൾ ആണ് വരുന്നത്. ക്രെറ്റയിൽ 3 ഡ്രൈവ് മോഡ്സും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും അവൈലബിൾ ആണ്. കുഷാക്കിൽ ഡ്രൈവ് മോഡ്സും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും ഇല്ല. ക്രെറ്റയിൽ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും അവൈലബിൾ ആണ്. എന്നാൽ കുഷാക്കിൽ ഈ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനോ അവൈലബിൾ അല്ല. ഇനി അടുത്തത് സ്മാർട്ട് പെനറോമിക് സൺറൂഫാണ് ക്രെറ്റയിൽ വരുന്നത്. എന്നാൽ കുഷാക്കിൽ സിമ്പിൾ ഇലക്ട്രിക് സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് കുഷാക്കിലില്ലാത്തതും ക്രെറ്റയിലുള്ളതുമായ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് കുഷാക്കിലുണ്ട് ബട്ട് ക്രെറ്റയിലില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ആദ്യത്തെ ഫീച്ചർ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതായത് മഴ പെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മഴ സെൻസ് ചെയ്തുകൊണ്ട് വൈപ്പർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് ക്രെറ്റയിലില്ല. അടുത്ത ഫീച്ചർ സിലിണ്ടർ ഡീആക്ടിവേഷൻ, അതായത് നമ്മൾ 1.5 TSI പെട്രോൾ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഹൈ സ്പീഡിൽ, അതായത് 80ൻ്റെയും 100ൻ്റെയും ഇടയിലുള്ള സ്പീഡിൽ പോവുകയാണെങ്കിൽ കുഷാക്കിൻ്റെ എഞ്ചിൻ മൈലേജ് കൂട്ടാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി 4 സിലിണ്ടേഴ്സ് വർക്ക് ചെയ്യുന്നതിൽ നിന്ന് 2 സിലിണ്ടേഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് 1 to 2 കിലോമീറ്റേഴ്സ് വരെ മൈലേജ് കൂട്ടിക്കിട്ടും. 2 USB-C ടൈപ്പ് ചാർജർ ബാക്ക് സൈഡിലായിട്ട് വരുന്നുണ്ട്. അടുത്തത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൽ ടച്ച് ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്രെറ്റയിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ടെങ്കിലും ക്രെറ്റയിൽ നോർമൽ ഡയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിറകിലത്തെ സീറ്റിൽ 3 ഹെഡ് റെസ്റ്റുകളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ 3 പോയിൻ്റ് സീറ്റ് ബെൽറ്റും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ കാറുകളുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുഷാക്കിൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നത്, അതായത് നമ്മൾ ബേസ് മോഡൽ എടുത്താലും ഫുൾ ഓപ്ഷൻ എടുത്താലും അതിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ABS വിത്ത് EBD, മൾട്ടി കൊളീഷൻ ബ്രേക്കിംഗ്, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം, ആൻറ്റി സ്ലിപ്പ് റെഗുലേഷൻ, മോട്ടർ സ്ലിപ്പ് റെഗുലേഷൻ, റോൾ ഓവർ പ്രൊട്ടക്ഷൻ, ബ്രേക്ക് ഡിസ്ക് വിപ്പിംഗ് ആൻഡ് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ബേസ് വേരിയൻറ്റിൽ തന്നെ ഉണ്ടാവും. ഇനി നിങ്ങൾ ടോപ്പ് മോഡൽ കുഷാക്കാണ് നോക്കുന്നതെങ്കിൽ 6 എയർ ബാഗ്സ്, ഹിൽ ഹോൾഡ് കൺട്രോൾ, മൾട്ടി കൊളീഷൻ ബ്രേക്കിംഗ്, ABS വിത്ത് EBD, റിയർ പാർക്കിംഗ് സെൻസർ ആൻഡ് എ ക്യാമറ. ഇതും അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ബേസിക് ഫീച്ചേഴ്സും ഇതിലൊക്കെ ഫുൾ ഓപ്ഷനിലും ഉണ്ടാവും. ഇനി നമുക്ക് ക്രെറ്റയിൽ വരുന്ന ബേസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ എനിക്ക് നിരാശകരമായി പറയേണ്ട ഒരു കാര്യം, ക്രെറ്റയിൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ, അതായത് നിങ്ങൾ ബേസ് മോഡൽ എടുത്താൽ ABS വിത്ത് EBD, ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്, റിയർ സെൻസേഴ്സ്, പ്രിറ്റൻഷർ ആൻഡ് ഫോഴ്സ് ലിമിറ്റർ സീറ്റ് ബെൽറ്റ്സ് ഇതുപോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇത് കുഷാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രെറ്റ ഒരുപാട് പിറകിലാണ്. ഇനി ക്രെറ്റയുടെ ടോപ്പ് മോഡൽ എടുത്തു നോക്കിയാൽ 6 എയർ ബാഗ്സ്, rear disc brakes, ABS with EBD, electronic stability control, vehicle stability management control, hill start assist, rear parking sensor with camera, seat belt with pretension,
ഇസോഫിക്സ് ചൈൽഡ് സീറ്റ് ആങ്കർ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ക്രെറ്റയേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിലാണ് കുഷാക്ക് നിൽക്കുന്നത്. ബിക്കോസ് ക്രെറ്റയെ ബേസ് മോഡൽ എടുത്താൽ നമുക്ക് കിട്ടാത്ത ഒരുപാട് അധികം ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് കുഷാക്ക് ബേസ് മോഡൽ എടുത്താൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ കാറുകളുടെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സ് രണ്ടിനും സെയിം ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ക്രെറ്റയുടെയും കുഷാക്കിൻ്റെയും എൻജിൻ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്രെറ്റയിൽ നോക്കാം. ക്രെറ്റയിൽ 3 എൻജിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ആദ്യത്തേത് 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ 115 PS ആണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് 144 ന്യൂട്രൽ മീറ്റേഴ്സ് ആണ്. അടുത്ത ഓപ്ഷൻ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ 115 PS ആണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് 250 ന്യൂട്രൽ മീറ്റേഴ്സ് ആണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് 1.4 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ 140 PS ആണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് 252 ന്യൂട്രൺ മീറ്റേഴ്സ് ആണ്. ഇതിൽ നിങ്ങൾ പെട്രോൾ എഞ്ചിനാണ് എടുക്കുന്നതെങ്കിൽ മാനുവലും അതുപോലെ തന്നെ CVT ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്. ഇനി അതല്ല ഡീസൽ ആണെങ്കിൽ 6 സ്പീഡ് മാനുവലും ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ടെർബോ പെട്രോൾ ആണ് എടുക്കുന്നതെങ്കിൽ മാനുവൽ വരുന്നില്ല, DCT 7 സ്പീഡ് ഓട്ടോമാറ്റിക്കോട് കൂടി മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് കുഷാക്കിൻ്റെ എൻജിൻ ഓപ്ഷൻസ് നോക്കാം. കുഷാക്കിൽ 2 എൻജിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ആദ്യത്തെ എൻജിൻ 1 ലിറ്ററിൻ്റെ TSI പെട്രോൾ എൻജിൻ, മാക്സിമം പവർ 115 PS ആണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് 178 ന്യൂട്രൺ മീറ്റേഴ്സ് ആണ്. രണ്ടാമത്തെ എൻജിൻ 1.5 ലിറ്റർ TSI ടെർബോ പെട്രോൾ എൻജിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ 150 PS ആണ്. മാക്സിമം ടോർക്ക് വരുന്നത് 250 ന്യൂട്രൺ മീറ്റേഴ്സ് ആണ്. 1 ലിറ്റർ TSI പെട്രോൾ എൻജിന് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. 1.5 പെട്രോൾ എൻജിനിൽ 7 സ്പീഡ് ഓട്ടോമാറ്റിക്കും 6 സ്പീഡ് മാനുവലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 കാറുകളുടെ മൈലേജ് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രെറ്റയുടെയും അതുപോലെ തന്നെ കുഷാക്കിൻ്റെയും മൈലേജ് കാണാൻ വേണ്ടി പറ്റും. ക്രെറ്റയുടെ 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എൻജിന് മാനുവലിന് വരുന്നത് 16.80 മൈലേജാണ്. നമ്മളിത് കുഷാക്കുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് 1 ലിറ്റർ TSI പെട്രോൾ എൻജിന് മാനുവലിന് 17.88 കിട്ടുന്നുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം അധികമാണ് കുഷാക്കിന്. ക്രെറ്റയുടെയും കുഷാക്കിൻ്റെയും ക്യാബിൻ സ്പേസ് ഓൾമോസ്റ്റ് രണ്ടിനും ക്യാബിൻ സ്പേസ് നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. 385 ലിറ്റേഴ്സ് ആണ് കുഷാക്കിൻ്റെ ബൂട്ട് സ്പേസ്. ഇനി നമ്മൾ ക്രെറ്റയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 433 ലിറ്റേഴ്സ് ആണ് ക്രെറ്റയുടെ ബൂട്ട് സ്പേസ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 48 ലിറ്റേഴ്സ് കുഷാക്കിന് കുറവാണ്. ഇനി നമുക്കിതിൻ്റെ വാറൻറ്റി നോക്കാം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാറൻറ്റി വരുന്നത് ക്രെറ്റയ്ക്ക് 3 വർഷവും അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സുമാണ്. കുഷാക്കിന് 4 വർഷവും 1 lakh കിലോമീറ്റേഴ്സുമാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കുഷാക്കിനാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് വാറൻറ്റി ഉള്ളത്. എന്നാൽ കൂടി കിലോമീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ക്രെറ്റ തന്നെയാണ് മുന്നിൽ. അതുപോലെ തന്നെ ക്രെറ്റയ്ക്ക് കുറച്ച് സർവീസ് ചാർജ് കുറവുമായിരിക്കും. ക്രെറ്റയ്ക്ക് ഫസ്റ്റ് സർവീസ് 10,000 കിലോമീറ്റേഴ്സിനാണ്. കുഷാക്കിന് 15,000 കിലോമീറ്റേഴ്സിനാണ് ഫസ്റ്റ് സർവീസ്. നമുക്കിനി ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. ഇവിടെ കുഷാക്കിൻ്റെ പ്രൈസിങ്ങും ക്രെറ്റയുടെ പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. ക്രെറ്റയുടേത് കുറച്ചുകൂടി അധികം വേരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അടുത്തൊരു പേജിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിങ് നോക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ കുഷാക്കിൻ്റെ ബേസ് മോഡൽ വേരിയൻറ്റിൻ്റെ പ്രൈസിങ് നോക്കാം. കുഷാക്കിന് പെട്രോൾ വേരിയൻറ്റ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ബേസ് മോഡൽ പെട്രോൾ വേരിയൻറ്റ് മാനുവലിന് വരുന്നത് 10,15,000 റുപ്പീസാണ്. ഇനി നമ്മൾ ക്രെറ്റയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റയുടെ പെട്രോൾ ബേസ് മോഡലിന് 10,06,000 റുപ്പീസാണ് വരുന്നത്. ഇത് കുഷാക്കുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് 44,000 ക്രെറ്റ കുറവാണ്. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുഷാക്ക് ഓവർ പ്രൈസ്ഡ് ആണ് പറയാൻ സാധിക്കില്ല. കാരണം ബേസ് മോഡലിൽ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഫീച്ചേഴ്സിൽ ഒരുപാട് മുന്നിലാണ് കുഷാക്കുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs വരുന്നുണ്ട്, പിന്നെ ഡേ ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലൊക്കെ വരുന്നുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൈസിങ് അത്ര ഓവർ പ്രൈസിങ് അല്ല. ഇനി നമുക്ക് കുഷാക്കിൻ്റെയും ക്രെറ്റയുടെയും ഫുൾ ഓപ്ഷൻ പ്രൈസിങ് വെച്ച് നോക്കാം. കുഷാക്കിന് 17,60,000 ആണ് വരുന്നത്. എന്നാൽ ക്രെറ്റയ്ക്ക് 17,70,000 ആണ് വരുന്നത്. ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെറ്റയേക്കാൾ 10,000 റുപ്പീസ് കുറവാണ് കുഷാക്കിന് വരുന്നത്. ഈ ഒരു പ്രൈസിങ്ങിന് കാരണം കുഷാക്കിലുള്ളതിനേക്കാൾ കുറച്ചധികം ഫീച്ചേഴ്സ് ക്രെറ്റയിൽ ഫുൾ ഓപ്ഷനിലുണ്ട്. ബട്ട് ബേസ് മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റയ്ക്കാണ് കുറവ്. എന്നാൽ കൂടി ഫുൾ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് സ്മാർട്ട്
പനോറമിക് സൺറൂഫ് എന്നുള്ള അതും അതുപോലെ തന്നെ കുറച്ച് അധികം ബോസിൻ്റെ സ്പീക്കേഴ്സ് എന്നടക്കമുള്ള ഫീച്ചേഴ്സ് ക്രെറ്റയിലാണ് അവൈലബിൾ ആയി വരുന്നത്. ഇനി ഞാൻ എൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാം. നല്ല സേഫ്റ്റി, ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പെട്രോൾ വേരിയൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ കുഷാഗ് തന്നെയായിരിക്കും നല്ലത്. ഡീസൽ ആണെങ്കിൽ ക്രെറ്റ ആയിരിക്കും നല്ലത്. ബട്ട് പെട്രോൾ നോക്കുകയാണെങ്കിൽ കുഷാഗ് ആയിരിക്കും നല്ലത്. ഇനി നിങ്ങൾ ഫീച്ചേഴ്സ് നോക്കി വാഹനം എടുക്കുന്ന ഒരാളാണെങ്കിൽ ക്രെറ്റ ആയിരിക്കും ഫുൾ ഓപ്ഷനിൽ നല്ലത്. ബട്ട് നിങ്ങൾ ബേസ് മോഡൽ ഫീച്ചേഴ്സ് കൂടുതലുള്ള വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുഷാക്ക് ആയിരിക്കും ബെറ്റർ. കാരണം കുഷാക്കിൽ ഒരുപാട് ക്രെറ്റയിലില്ലാത്ത ഫീച്ചേഴ്സ് ബേസ് മോഡലിൽ തന്നെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടി കുഷാക്ക് തന്നെയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ക്രെറ്റ മോശമാണെന്ന് പറയുന്നില്ല. കുഷാക്ക് ബേസ് മോഡലിൽ തന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പുതിയ ഫീച്ചേഴ്സൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾ ഏത് കാർ എടുക്കണമെന്ന്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏത് കാറാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. പോലെ ഒരു കാര്യം കൂടി, നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.